ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മൈ ആൻഡ് മീ. അപ്പോൾ നമ്മൾ ഇന്ന് പോയിട്ടുള്ളത് ചിൽഡ്രൻ സിറ്റി ആട്ടോ, ക്രീക്ക് പാർക്കിലാട്ടോ നമ്മൾ പോയത്. ക്രീക്ക് പാർക്ക് എന്ന് പറയുമ്പോൾ തന്നെ ദുബായിലുള്ളവർക്കൊക്കെ അറിയായിരിക്കും. നമ്മൾ പോയത് ജസ്റ്റ് ഒരു ഫാമിലി ഡേ ഔട്ട് ആയിട്ടാണ് നമ്മൾ പോയത്. മിക്ക എല്ലാ വീക്കെൻഡ്സും നമ്മൾ പോകാറുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ചിൽഡ്രൻ സിറ്റിയിൽ നമ്മൾ ഉള്ളിൽ സോഫ്റ്റ് ഹൗസ് അവിടെയായിരുന്നു നമ്മൾ ഉദ്ദേശിച്ച് പോയത്. പക്ഷെ നമ്മൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ചിൽഡ്രൻ സിറ്റി എനിക്ക് തോന്നുന്നു അണ്ടർ കൺസ്ട്രക്ഷൻ എന്തോ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഉള്ളില്. അപ്പം അതിന്റെ ഉള്ളില് നോട്ട് അലൗഡ് ആയിരുന്നു. അപ്പൊ അതിന്റെ ഉള്ളിൽ അങ്ങോട്ട് നമ്മൾ പോയിട്ടില്ല. നമ്മൾ പിന്നെ ഇവിടുന്ന് പുറത്തുനിന്ന് അവന് ഓടിച്ചാടി നടക്കാനും ഭയങ്കര ഇഷ്ടം. അടങ്ങി ഒതുങ്ങി ഒരു സ്ഥലത്ത് അവൻ ഇരിക്കൂല കേട്ടോ ഗൈസ്. അവനിങ്ങനെ ഓടിച്ചാടി നടക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ വിചാരിച്ചു പുറത്ത് നല്ല വിശാലമായ ഗാർഡൻ ഏരിയ ഉണ്ടായിരുന്നു അവന് ഓടിച്ചാടി നടക്കാനും എല്ലാം കളിക്കാനും ഒക്കെ. പിന്നെ പാർക്സ് ഉണ്ടായിരുന്നു ട്ടോ. പക്ഷെ പാർക്സില് അവന് അങ്ങനെ കളിക്കാൻ അതില് കേറേണ്ട ഒരു പ്രായം ആയിട്ടില്ലല്ലോ. അതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടില്ല. അവിടെ ഫുള്ള് വലിയ വലിയ കുട്ടികളൊക്കെ ആയിരുന്നു. അവന്റെ പ്രായത്തിലുള്ള കുട്ടികൾ ആയിരുന്നില്ലല്ലോ. അപ്പൊ നമ്മൾ അങ്ങോട്ടൊന്നും പോയിട്ടില്ല ഗൈസ്. നമ്മളിങ്ങനെ ജസ്റ്റ് അവൻ ഓടിച്ചാടി നടക്കാൻ വേണ്ടിയിട്ട് അവൻ ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്തായിരുന്നു ഗൈസ്. അവിടെ അവൻ ഫുൾ എൻജോയ് ചെയ്ത് ഇഷ്ടം പോലെ അവന് നടക്കാൻ പറ്റി, കളിക്കാൻ പറ്റി. പിന്നെ എന്താന്ന് വെച്ചാല് ഈ സ്പോട്ട് എന്ന് പറയുന്നത് നമുക്ക് പിക്നിക്സ് ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി സ്പോട്ടാട്ടോ ഞാൻ റെക്കമെൻഡ് ചെയ്യാം. കാരണം എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഇത്രക്ക് നല്ല ഒരു പ്ലേസ് ആയിരുന്നു. ഞാൻ വിചാരിച്ചത് ചിൽഡ്രൻ സിറ്റി മാത്രമായിരിക്കും വിചാരിച്ചു നമ്മള് പോയത് ട്ടോ. പക്ഷെ അവിടെ തന്നെയാട്ടോ ഡോൾഫിൻ ഏരിയയും പിന്നെ ബേർഡ് ഷോ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഗായ്സ് നമ്മൾ അവിടെ കേറിയിട്ടില്ല. കാരണം ബിക്കോസ് അവിടെ എന്താണ് ഇത് റേറ്റ് കൂടുതലായിരുന്നു ട്ടോ. നമ്മൾ പോയപ്പോ ഒരാൾക്ക് 150 ദിറംസാ അങ്ങനെയാട്ടോ ഉണ്ടായിരുന്നു ട്ടോ ഗൈസ്. അതുകൊണ്ട് നമ്മൾ അവിടെ കേറിയിട്ടില്ല ഗൈസ്. പിന്നെ എന്താന്ന് വെച്ചാ പിന്നെ നമ്മൾ വിചാരിച്ചു വേണ്ട പുറത്തുനിന്ന് ഇവന് കളിക്കാന്നുള്ളത്. കാരണം പുറത്ത് വ്യൂ തന്നെ നല്ല അടിപൊളിയായിരുന്നു. പിന്നെ പിക്നിക്സ് ഗ്രില്ലൊക്കെ ചെയ്തിട്ട് ഫാമിലി ആയിട്ടായാലും ശരി ഫുഡൊക്കെ കഴിക്കാൻ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് നമുക്ക് പറ്റിയ അടിപൊളി സ്പോട്ടാട്ടോ ഇത് വരുന്നത്. അപ്പോ എന്താന്ന് വെച്ചാല് പക്ഷെ ചൂട് ടൈമിൽ അങ്ങനെ പറ്റൂല. ഇപ്പം പിന്നെ നമുക്ക് പതുക്കെ തണുപ്പ് തുടങ്ങി വരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു ഗൈസ്. ഇഷ്ടം പോലെ ആൾക്കാരെന്ന് പറയുന്നത് നമ്മൾ പോയത് എനിക്ക് തോന്നുന്നു സാറ്റർഡേ ഈവനിങ് ആയിരുന്നു നമ്മൾ പോയത്. അതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ഫാമിലി ആയിട്ടായാലും ഫ്രണ്ട്സ് ആയിട്ടായാലും വന്നിട്ട് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാനും ഒക്കെ പറ്റിയ നല്ല അടിപൊളി പ്ലേസ് ആണ്. അതുകൊണ്ട് തന്നെ പിന്നെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. നമ്മക്കും എൻജോയ് ചെയ്യാൻ പറ്റും. കൂടുതൽ അവരിങ്ങനെ കളിച്ചോണ്ട് നിക്കും. അപ്പൊ നമുക്കും ഫാമിലി ആയിട്ടായാലും ഒരു ഗെറ്റ് ടുഗദർ പോലെ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ടായാലും നല്ല അടിപൊളി പ്ലേസ് ആണ്. എല്ലാവരും മിക്കപ്പോഴും ദുബായിലുള്ളവര് എല്ലാവർക്കും അറിയായിരിക്കും, പോയിട്ടുള്ളതായിരിക്കും. അപ്പൊ ജസ്റ്റ് നല്ല അടിപൊളി വ്യൂസ് ആണ് ട്ടോ. നമുക്ക് ഫോട്ടോസ് എടുക്കാനായാലും ഒരു ഫോട്ടോഷൂട്ടിനായാലും ഒക്കെ പറ്റിയ നല്ല അടിപൊളി സ്പോട്ടാണ് ട്ടോ. പിന്നെ അവിടെ ബീച്ചുണ്ട്. ബീച്ചില് പക്ഷെ നമ്മൾ ഇറങ്ങിയിട്ടില്ല ഗൈസ്. കാരണം വെള്ളം ആകും. പിന്നെ ഇവൻ ഫുള്ള് മണ്ണിലൊക്കെ കളിക്കും. അതെല്ലാം കൊണ്ട് പിന്നെ നമ്മള് ജസ്റ്റ് വെള്ളത്തില് അങ്ങനെ ഇറങ്ങിയിട്ടില്ല. ഇത് അവിടുത്തെ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു വ്യൂ ആണ് ട്ടോ. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. പക്ഷെ ഞാൻ ഷൂട്ട് ചെയ്തത് എന്തോ ആയിപ്പോയി ഗൈസ്. എന്റെ ഷൂ ആണത്. അത് ഞാനൊരു റീലിന് വേണ്ടിയിട്ട് ഷൂട്ട് ചെയ്തതാട്ടോ. അത് ജസ്റ്റ് ഞാൻ ആഡ് ചെയ്തതാ ക്ലിപ്പ് ഇവിടെ. പിന്നെ വരുന്നത് നമ്മള് ഇത് നെക്സ്റ്റ് വീക്കെൻഡില് നമ്മള് ഫെസ്റ്റിവൽ സിറ്റിയിൽ പോയതാട്ടോ. മോനൊരു ചെരുപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ പോയതായിരുന്നു. പിന്നെ ഇത് വരുന്നത് നമ്മള് ഇന്നലെ മോന് 1.5 വയസ്സിന്റെ വാക്സിനേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ വാക്സിനേഷന് വേണ്ടിയിട്ട് നമ്മള് ഹെൽത്ത് സെന്ററിൽ പോയിട്ട് നമ്മൾ പിന്നെ അവിടുന്ന് നേരെ നമ്മള് മിലീനിയം ഹോട്ടലിൽ പോയതാട്ടോ. അവിടെ എന്തോ സെയിൽ നടക്കുന്നുണ്ട്. ഈ ബ്രാൻഡഡ് ഐറ്റംസിനൊക്കെ ഓഫറിൽ സെയിൽ നടക്കുന്നുണ്ട്. ഓഫറിൽ സെയിൽ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോയതാട്ടോ. കുഴപ്പമില്ലായിരുന്നു സെയിൽ. എന്റെ റിവ്യൂ വെച്ച് ഞാൻ റിവ്യൂ പറയാന്ന് വെച്ചാ നമ്മൾ പ്രതീക്ഷിച്ച അത്ര വരില്ലായിരുന്നു. നമ്മള് മീൻസ് ബ്രാൻഡഡ് ഐറ്റംസ് ഒരു ഓഫറിൽ കൊടുക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക ബ്രാൻഡഡ് ഐറ്റംസ് ആയിരിക്കും. പക്ഷെ എല്ലാം കണ്ടിട്ട് എനിക്ക് അങ്ങനെ ബ്രാൻഡഡ് ഐറ്റംസ് ആയിട്ട് നമുക്ക് തോന്നിയിട്ടില്ല ട്ടോ. നമ്മളെ പേഴ്സണൽ വ്യൂ ആണ്. അതുകൊണ്ട് നമ്മളെ പ്രത്യേകിച്ച് അവിടെ നിന്നൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ വന്നിട്ട് അതിന്റെ ഓപ്പോസിറ്റ് തന്നെയാണ്
ഫ്യൂച്ചർ മ്യൂസിയം വരുന്നത്. അപ്പൊ പിന്നെ നമ്മൾ അവിടെ ഫ്യൂച്ചർ മ്യൂസിയത്തില് പോകാന്ന് വെച്ചു. നമ്മൾ ഇതുവരെ പോയിട്ടില്ല ഫ്യൂച്ചർ മ്യൂസിയം. അപ്പൊ ഫ്യൂച്ചർ മ്യൂസിയം കാണാന്ന് വെച്ചിട്ട്. അപ്പൊ ഗായ്സ് ഇത്രയേ ഉള്ളൂ. ഓക്കെ ബൈ. താങ്ക് യു. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ ബൈ.